ക്ഷേത്രത്തിൽ വന്ന് 10 ദിവസം അവിടെ തങ്ങി. 11ാമത്തെ ദിവസം പരമശിവൻ പാർവതിയോട് പറഞ്ഞു, എനിക്ക് ഈ പുഴ കടന്ന തൃക്കാരൂർ ക്ഷേത്രത്തിൽ ഒരു തപസ്സുണ്ട്, അത് മുടക്കാൻ പറ്റില്ല. തപസ്സിന് ഞാൻ പോകണമെങ്കിൽ എൻ്റെ ഭാര്യയായ പാർവദേവി ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നവരെ വളരെ ഭക്തിയോടെയും ശുദ്ധിയോടെയും ക്ഷേത്രത്തിനകത്തിരിക്കണമെന്ന് പരമശിവൻ കൽപ്പിച്ചു. ഇത് കേട്ടപ്പോൾ സത്യമാന്ത് കരുതി പാർവതി തല കുലുക്കി സമ്മതിച്ചു. ധൈര്യമായിട്ട് പൊക്കോ, തിരിച്ചു വരുന്നവരെ ഞാനിവിടെ കാണും. അങ്ങനെ അദ്ദേഹത്തെ അവിടെ പിടിച്ചിരുത്തിയിട്ട് പരമശിവനെ പുഴ കടന്ന് 10 കിലോമീറ്റർ താണ്ടി തപസ്സിന് പോയി. 1 മാസം അവധി പറഞ്ഞു പോയ ഈ പരമശിവൻ 3 മാസം കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ കാണാൻ വരികയോ തിരിഞ്ഞു നോക്കുകയോ എത്തി നോക്കുകയോ ചെയ്തില്ല. പാർവതിക്കാകെ വിഷമമായി, സങ്കടമായി, ദേഷ്യമായി. ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നല്ല അറിയില്ല. അവസാനം പാർവതി ഒരു തീരുമാനമെടുത്തു. 3 മാസമായിട്ട് എൻ്റെ പതി എന്നെ കാണാൻ വന്നില്ലെങ്കിൽ 1 മാസത്തോടെ കാത്തിരുന്ന പരമശിവനെ അന്വേഷിച്ച് പോകാൻ തീരുമാനിച്ചു. പെട്ടെന്ന് 4 മാസവും കടന്നുപോയി. പാർവതി അവിടെ നിന്നിറങ്ങി പുഴ കടന്ന് 10 കിലോമീറ്റർ താണ്ടി വിയർത്തൊലിച്ച് അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് പരമശിവൻ്റെ തപസ് കണ്ടത്. വെറും പച്ചക്കള്ളം. നമ്മൾ പരമശിവനെ കാണുന്ന എങ്ങനെയാ? അടിക്കടി ഇറങ്ങുന്ന സീരിയലിലും പഴയ കലണ്ടറിലും നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം. പഴയ കലണ്ടറിൽ കറുത്ത മനുഷ്യനാണ്, കഴുത്തിൽ പാമ്പുണ്ട്, ചൂലുണ്ട്, ഉടുക്കുണ്ട്, ചന്ദ്രക്കരയുണ്ടെങ്കിലും ഒന്നോടെ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊക്കെ കാണാം പരമശിവൻ്റെ ജടയ്ക്കുള്ളിൽ ഒരു പെണ്ണിരിപ്പുണ്ട്. അതാണ് ഗംഗാദേവി. പുള്ളി പോയപ്പോൾ ചുമ്മാ പോയില്ല, ഗംഗാദേവിയും പൊക്കിക്കൊണ്ടാണ് പോയത്. അവിടെ പോയി 2 പേരും സെറ്റിലായി സുഖിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തം ഭാര്യ അവിടെ നിന്ന് കയറി ചെല്ലണത്. അങ്ങനെ 2 ദേവികളും മുഖത്തോട് മുഖം നോക്കി നിന്നപ്പോൾ കുറച്ചു നേരം നിന്ന് പ്രശ്നം ഉണ്ടായപ്പോൾ ശിവൻ അവിടെ നിന്ന് പയ്യെ മുങ്ങിപ്പോയി. അവിടെ തോറ്റ പാർവതി കല്ലിത്തുള്ളി ഒരു അഗ്നിജാലയെ പോലെ ആ നടക്കിരിക്കുന്ന ടീച്ചറിരിക്കുന്നവരെ താടക്കയും കൊടുത്തൊരൊറ്റ ഇരിപ്പാണ്. അങ്ങനെ ഇരുന്ന് ആലോചിച്ച് മറ്റൊന്നുമല്ല, എൻ്റെ ഭർത്താവിനെ അപകരിച്ചെടുത്ത തൃക്കാരൂർ ദേശം നശിപ്പിച്ച് ശിവനെ അവിടെ നിളക്കണം. അതിന് തോക്കും തോട്ടയും ബോംബൊന്നുമില്ല. പിന്നെ എങ്ങനെ ഇളക്കും? 3 ദിവസക്കാലം താടയ്ക്ക് കൈ കൊടുത്തിരുന്നപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടി. ആ കാണുന്ന തൊട്ട് ഇവിടെ ഒരു കൂറ്റൻ പെരിയാറിന് വട്ടം ഒരു കൂറ്റൻ ചിറകെട്ടി ഈ വെള്ളത്തെ ഇവിടെ തടഞ്ഞു നിർത്തിയാൽ ഈ വെള്ളം കപ്രിക്കാട്, പാണേലി, പോര, കോടനാട്, ആലുവ, മലയാറ്റൂർ പോകുന്ന വെള്ളം വൻ ശക്തിയായിട്ട് ഒഴുകിച്ചെന്നാൽ ആദ്യം മുങ്ങൽ തൃക്കാരൂർ ക്ഷേത്രം. സന്തോഷമായി. എത്രയും വേഗം ഈ ചിറകെട്ടണം. സ്വന്തമായിട്ട് കെട്ടാൻ കഴിവില്ലാത്ത പാർവതി ഇത് കെട്ടാൻ വേണ്ടി മാത്രമായി പോയത് നേരെ ഭൂതഗണങ്ങളുടെ അടുത്തേക്ക്. എല്ലാ ഭൂതങ്ങളെയും ഒരു കൂട്ടായ്മ കൂടി വിളിച്ച് ഈ വർക്ക് അവരെ ഏൽപ്പിച്ചപ്പോൾ അവരൊരു എഗ്രിമെൻ്റ് വെച്ചു, 1 രാത്രി മാത്രം. പിന്നെ ഞങ്ങൾ വിളിക്കരുത്, കാരണം ഞങ്ങൾ ഭൂതഗണങ്ങളെല്ലാം ശിവൻ്റെയാണ്. അതുകൊണ്ട് 1 രാത്രി. ശരി, 1 രാത്രി കൊണ്ട് പൂർത്തിയാക്കാനുള്ള കഴിവുണ്ട്, എത്രയും വേഗം ചെയ്യാൻ പറഞ്ഞ് എല്ലാ ഭൂതങ്ങളും മാറ്റിയെടുത്ത് വെച്ച കല്ലാണത്. ആ കല്ലിൻ്റെ വലിപ്പത്തിൽ അങ്ങേറ്റം വരെ കെട്ടി അപ്പുറം കെട്ടി ഇങ്ങോട്ടും കൊണ്ടത്. നിങ്ങൾക്ക് വെപ്പ പോകാനൊക്കില്ല, വെള്ളം കുറഞ്ഞ പോയി കാണാം. ഇത്രയും വീതിയിൽ വരുന്ന ഒരു പുഴ ഒരു കൈത്തോടാക്കി വെച്ചു. എന്നിട്ട് അവിടെ അടയ്ക്കാനുള്ള 12 കല്ലും ഇതുപോലുള്ള അപ്പുറം വെച്ചു. എന്നിട്ട് ഈ ഭൂതങ്ങളെല്ലാം കുറച്ചു നേരം വിശ്രമിക്കാതിരുന്നു. വിശ്രമം കഴിഞ്ഞ് ഈ കല്ലെടുത്ത് അടയ്ക്കാമെന്ന് വെച്ചിരിക്കുമ്പോഴാണ് ശിവന് തോന്നിയത്, പാർവതി വന്ന് കണ്ടേച്ചു പോയ കാഴ്ച വളരെ മോശമാണ്, അതുകൊണ്ട് അവൾ പ്രതികരിക്കും. അവൾ എങ്ങനെയാണ് പ്രതികരിക്കണേ? പാർവതി വീഴ്ച നോക്കിയോ പരമശിവൻ അമർന്നു പോയി. പാർവതിയും ഭൂതങ്ങളും കൂടെ കൂടി പെരിയാറിൻ്റെ 3/4 ഭാഗം പണി തീർത്ത് വെച്ചു. 1/4 ഭാഗത്തോടെ കെട്ടിയാൽ എല്ലാം മുങ്ങും. ഇത് തടയണം, തടഞ്ഞേ പറ്റുള്ളൂ. ബുദ്ധിമാനായ പരമശിവൻ തൃക്കാര് ഭാഗത്ത് നിന്ന് നല്ല അഴകുള്ള ഒരു പൂവങ്കൊഴുത വേഷത്തിൽ വേഗം പറന്ന് ആ കാടിനകത്ത് ഒരു കൂർത്ത കല്ലിൻ്റെ മുകളിൽ കയറി അനങ്ങാതിരുന്നു. പക്ഷേ ഇത് ഭൂതങ്ങൾ അറിയില്ല. ഭൂതങ്ങളുടെ വിശ്രമം കഴിഞ്ഞ് കുണ്ട വെച്ച് കല്ലെടുത്ത് അടയ്ക്കാമെന്ന് കരുതി എല്ലാ ഭൂതങ്ങളും ഓടിച്ചെന്ന് കല്ലെടുക്കാൻ കുരിഞ്ഞപ്പോൾ ആ കൂർത്ത കല്ലിൻ്റെ മുകളിൽ കയറിയുന്ന 2 ചിറകളിട്ട് അടിച്ച് ഉറക്കെ 3 പ്രാവശ്യം കോഴിയായിട്ട് നീട്ടി അങ്ങോട്ട് പോയി. കോഴി കൂവിക്കഴിഞ്ഞാൽ നേരം വെളുത്തു. നേരം വെളുത്തുപോയ ഈ ഭൂതപിശാചുകളുടെ ശക്തി പോകും. അതിൽ തലവനായ ഭൂതം പറഞ്ഞു, 1 നിമിഷം പോലും നിൽക്കരുത്, ജനങ്ങളും നമ്മളെ കണ്ട തിരിച്ചറിയും. അതുകൊണ്ട് ഈ പണി ഇവിടെ അവസാനിപ്പിക്കണം പറഞ്ഞ് എല്ലാ ഭൂതങ്ങളും ഇട്ടേച്ച് പോയ ഒരു ഗ്യാപ്പാണ് കാണുന്നത്. ആ ഗ്യാപ്പിൻ്റെ അപ്പുറം ചെന്നാൽ ഇതുപോലെ 12 കല്ല് സ്വരൂപിച്ച് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അതും അന്നത്തെ ഭൂതം അറിയാതെ കാണുന്ന മരക്കാർ ഒരു 10-15 അറകളുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്ന എല്ലാ പ്രേമ നിരാശക്കാരും അവിടെ പോയി അത് അമ്പടിക്കണത്. അതും ഈ 5 ക്ഷേത്രങ്ങളും മുനി അറകളും മനുഷ്യനെ ബലി കൊടുക്കുന്ന കല്ലും ഓടും നിങ്ങൾ കയറാണ്ട് പോയ ഗുഹയും ഈ കെട്ടും കണ്ടിട്ടാണ് ഇതിന് സത്യത്തിൽ ഈ ഭൂതത്താങ്കെട്ടെന്നുള്ള പേര് വരാൻ കാരണം. ഇതാണ് ഇതിൻ്റെ ഐതിഹ്യ കഥ, അല്ലെങ്കിൽ അന്ന് കാലത്തെ ഐതിഹ്യ കെട്ട്.